ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് അടുത്ത സീസണിലേക്ക് ഒരു പുതിയ ക്ലബിന് ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗദി ക്ലബ്ബായ അൽ ഹിലാലുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ അൽ ഹിലാലിന് താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം നെയ്മറുടെ തുടർച്ചയായ പരിക്കുകൾ തന്നെയാണ്. നെയ്മറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്റർ മയാമി, അതുപോലെ തന്നെ സാന്റോസ് എന്നിവരെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റൂമറുകൾ സജീവമാണ്. ഇതിനിടെ ബ്രസീലിയൻ ക്ലബ്ബായ കോറിറ്റിബ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി തങ്ങളുടെ വെബ്സൈറ്റിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് അടുത്ത സീസണിൽ നെയ്മർ ജൂനിയർ കോറിറ്റിബയ്ക്ക് വേണ്ടി കളിക്കും. ഈ സമ്മറിൽ അദ്ദേഹം ക്ലബിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നായിരുന്നു അവർ ഒഫീഷ്യലായി കൊണ്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇത് അവരുടെ ആരാധകരെ അത്ഭുതപ്പെടുത്തി. ഇത് അവർക്കിടയിൽ ചർച്ചയാവുകയും ചെയ്തു. പക്ഷെ ഇതിലെ നിജസ്ഥിതി അതിന് പിന്നാലെ പുറത്തേക്ക് വരികയും ചെയ്തു. അതായത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഹാക്ക് ചെയ്തവരാണ് നെയ്മറുടെ ഈ ഒരു സൈനിങ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. പിന്നീട് കോറിറ്റിബയുടെ IT ടീം ആ ഒരു വെബ്സൈറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും കുറച്ച് നിമിഷത്തേക്ക് ഇത് ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ചർച്ചയായി എന്നുള്ളതാണ്. കാരണം ബ്രസീലിയൻ ലീഗിലെ 2ാം ഡിവിഷനിൽ കളിക്കുന്ന ടീമാണ് കോറിറ്റിബ. എങ്ങനെയാണ് ഇവർക്കത് സാധിച്ചത് എന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷെ അതൊരു ഫേക്ക് പോസ്റ്റ് ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് തെളിഞ്ഞത്. ഏതായാലും നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ സാന്റോസിന് വേണ്ടിയായിരിക്കും. മുൻപ് സാന്റോസിലൂടെയാണ് അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചിരുന്നത്. സാന്റോസിലേക്ക് മടങ്ങിയെത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ നെയ്മർ ജൂനിയർ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.